കേരളത്തിലെ അപ്രതീക്ഷിത പരാജയത്തിനു പിന്നാലെ ജെൻസി മോഡിലേക്ക് മാറാനൊരുങ്ങി CPM അടിമുടി മാറ്റത്തിനാണ് CPM ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലുണ്ടായ CJP സമരവും CJP സമരത്തിനും CJPക്കും ലഭിച്ച സ്വീകാര്യതയെല്ലാം കണക്കിലെടുത്ത് CJP മോഡൽ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് CPM ഒരുങ്ങുന്നത്. അതായത് സംഘടനാപരമായി ഒട്ടേറെ മാറ്റങ്ങളിലേക്ക് പോകുന്നു. കഴിഞ്ഞ കുറേ നാളുകളെ 10 വർഷത്തോളം അധികാരത്തിലായിരുന്നു CPM. ആ ഘട്ടത്തിലൊന്നും വലിയ തോതിൽ സമരങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷത്തേക്ക് വന്നപ്പോൾ സമരരംഗത്തുള്ളത് എപ്പോഴും സംഘടനകളിൽപ്പെട്ടവരാണ്. CPMൻ്റെയോ അല്ലെങ്കിൽ ബഹുജന പോഷക സംഘടനകളുടെയോ പ്രവർത്തകരും നേതാക്കളും മാത്രമാണ് സമരങ്ങളിൽ വരുന്നത്. അതിനപ്പുറത്തേക്ക് സമരത്തിൻ്റെ ഗുണഭോക്താക്കളെ പലപ്പോഴും സമരരംഗത്തേക്ക് ഇറക്കുവാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമരങ്ങളിലും മറ്റും പരമാവധി പൊതുജനങ്ങളെയും പ്രത്യേകിച്ച് ഗുണഭോക്താക്കളെയും അണിനിരക്കുവാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പിരിവ് ജനങ്ങളിൽ നിന്നും പാർട്ടിയെ അകറ്റി എന്നൊരു വിലയിരുത്തലും CPMനുണ്ട്. അതായത് ഇനിയുള്ള സംഘടനാ പരിപാടികളിലും മറ്റും അതിൻ്റെ ചെലവിലേക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും മാത്രം പണം കണ്ടെത്തുക എന്നൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് പാർട്ടിക്കുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു നീക്കമെന്ന് പറയുന്നത് പാർട്ടി പരിപാടികളുടെ ആഡംബരം കുറയ്ക്കുക എന്നതാണ്. അതായത് ഭക്ഷണത്തിനും മറ്റ് തയ്യാറെടുപ്പുകൾക്കുമായി ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന രീതിയിൽ നിന്നൊരു മാറ്റം വരുന്നു. അതായത് വളരെ ചെറിയൊരു തുക ഇതിനുവേണ്ടി ചിലവഴിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ജനങ്ങളുമായി കുറേയും കൂടി അടുത്ത ബന്ധം പുലർത്തണം. പരമാവധി സാമൂഹ്യ മാധ്യമങ്ങളടക്കം, അതായത് പുതിയ തലമുറയിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ചേർത്തു നിർത്തുന്നതിന് അനുസൃതമായ നീക്കങ്ങൾ വേണം. അത്തരത്തിൽ അടിമുടി മാറ്റത്തിനാണ് CPM ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതേ നിർദ്ദേശം തന്നെ അവരുടെ ബഹുജന വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കും നൽകുവാൻ ഏതായാലും ഈ ഘട്ടത്തിൽ CPM ആലോചിക്കുന്നുണ്ട്. ഇതിനായി പ്രത്യേക പഠന ക്യാമ്പുകളും ചില പരിശീലനങ്ങളും മറ്റും നടത്തുവാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോടും വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടുമുള്ള പാർട്ടി നേതാക്കളുടെയും മറ്റും സമീപനങ്ങളിലും അടക്കം അടിമുടി മാറ്റത്തിനാണ് പാർട്ടി ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ചില കരട് രേഖകളും മറ്റും തയ്യാറായി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിവേഗത്തിൽ തന്നെ സംഘടന പുതിയ ശൈലിയിലേക്ക് ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തുന്നതിനാണ് നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. എത്രയും വേഗം തന്നെ, അതായത് ഉടൻ തന്നെ സംഘടനയ്ക്കുള്ളിൽ പുതിയ മാറ്റങ്ങൾ വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അടിമുടി മാറി ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തു നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളുമായി സജീവമാകുന്നതിനുള്ള നീക്കങ്ങളിലാണ് CPM. അതുവഴി തങ്ങൾക്ക് കൈമോശം വന്നുപോയ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വീണ്ടും പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ് CPMൻ്റെ ലക്ഷ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.